ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. എന്തൊക്കെയുണ്ട്? പിന്നെന്താ, ഇത് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ പുറത്തിറങ്ങി പിന്നെ താഴെ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ചായയും നല്ല പഫ്സൊക്കെ കഴിച്ച്. ചായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ എന്നാലും നമ്മളെപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയല്ലേ ചായ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ പുറത്തുനിന്നും കൂടി കഴിക്കണം. പിന്നെന്താണ്, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെന്താ, ഇവിടേക്കാന്ന് പറഞ്ഞിട്ടില്ല അല്ലേ, ഒരു അംബ്രല്ല ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ. സ്ഥലം എന്നല്ല, പാർക്കാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ, ഇപ്പം നമ്മൾ നാട്ടിൽ കണ്ണൂരൊക്കെ പയ്യാമ്പലം ബീച്ചിന് ആ സൈഡിൽ പയ്യാമ്പലമാണ്. അപ്പോൾ പയ്യാമ്പലം ബീച്ച് എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ ഓരോരോ പാർക്ക്, ഓരോ സ്ഥലത്തിന് ഇപ്പം ഇവിടെ ജുമൈറയൊക്കെ ഉണ്ട്. ജുമൈറയിൽ ബീച്ചുണ്ട്. അപ്പം അവിടെ ജുമൈറ ബീച്ച് എന്നൊക്കെ പറയും. അതുപോലെ ഇവിടെ ഒരു അംബ്രല്ലേൻ്റെ ആ ഒരു തീം വെച്ചിട്ട് അംബ്രല്ല ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചുണ്ട്. അത് ഫുജൈറയിലാണ്. അപ്പം നമുക്ക് ഷാർജയിൽ നിന്ന് അവിടേക്ക് ഒരു 1 hour ഉണ്ടാവും. പിന്നെന്താ, ഫുജൈറയിൽ മെയിനായിട്ട് കുറേ കാര്യങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ കാണാൻ. പിന്നെ ഇപ്പോൾ ഫുജൈറയിൽ മ്യൂസിക്കൽ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നിച്ചില്ലേ, അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെന്താണ്, അതൊരു സംഭവം തന്നെയാണ്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. റോഡിലേ പോകുമ്പം എന്താ പറയുക, നമ്മുടെ വീൽ അതിന് തട്ടിയിട്ട് മ്യൂസിക് കേൾക്കാമെന്ന് പറയുമ്പം ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് തന്നെയാണ് അത്. പക്ഷേ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ചിരിയും വരുന്നു. എന്താ പറയുകയാണ്, പുതിയ എക്സ്പീരിയൻസ് അല്ലേ അതൊക്കെ. പിന്നെ ഇത് അംബ്രല്ല ബീച്ച് അംബ്രല്ലേൻ്റെ തീം വെച്ചിട്ട് ചെയ്തതേ ഉള്ളൂ. ഇതൊരു പാർക്കാണ്, ഉള്ളിൽ കഫേയും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നോർമൽ ഉണ്ടാകുന്ന പോലെ തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് അട്രാക്ഷനുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, അവർക്ക് കളിക്കാനും. പിന്നെ അവരുടെ മെയിൻ ഇഷ്ടമുള്ളത് കുട്ടികൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കാമെന്നല്ലേ. പക്ഷേ നമ്മൾ വെള്ളത്തിലൊന്നും കളിപ്പിച്ചിട്ടില്ല. പിന്നെ ജസ്റ്റ് അവിടെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് വിട്ടു. പിന്നെ അതിന് ശേഷം നേരെ ഇത് ഫുജൈറയിൽ തന്നെയുള്ള അബൂഖാൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അത് നാട്ടിൽ കിട്ടുന്ന കുറച്ച് എന്താ പറയുക സംഭവങ്ങളുണ്ട്. നമ്മളെ മുട്ടയപ്പം പതിപ്പിച്ചതില്ലേ, അതെല്ലാം ഉണ്ട്. പക്ഷെ അത് നേരത്തെ പോകണം. നമ്മൾ പോയപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. പിന്നെന്താ, ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ മെക്കിൽ കയറാണ്ട് നമ്മൾ വീട്ടിലേക്ക് പോക്കില്ല. മെക്കിൽ മെയിൻ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഐസ്ക്രീം. ഇതിന് ആകെ 2 dirhams ഉള്ളൂ. പക്ഷേ 2 dirhams എന്ന് മാത്രം പറഞ്ഞിട്ട് ഒഴിവാക്കാനുള്ളതല്ല, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ്. എനിക്ക് ദുബായിൽ വന്നിട്ട് ഏറ്റവും എൻ്റെ ഫേവറേറ്റുള്ള ഐസ്ക്രീം എന്ന് പറയുമ്പോൾ മെക്കിലി ഐസ്ക്രീമാണ്. പിന്നെന്താ, പിന്നെ അങ്ങനെ നമ്മുടെ എന്താ പറയുക, പെട്രോൾ പമ്പിൻ്റെ അകത്തൊരു ചെറിയ ഗ്രോസറി ഉണ്ടാവും. അവിടെ കുറേ ചോക്ലേറ്റ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നുണ്ട്. നമ്മൾ നോർമൽ ഷോപ്സിൽ കാണുന്നത് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ്, ഇത് മാസിൻ്റെ പ്രോട്ടീൻ എന്ന് എഴുതിയിട്ടുള്ളത്. എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കണ്ടുകൊണ്ട് ഞാനങ്ങനെ കുറച്ചെടുത്ത്. പിന്നെ ക്രോസുണ്ട്, പിന്നെന്താ പറയുക, ക്രോസുണ്ട് തന്നെയല്ലേ പറയാം. പിന്നെന്താ കുറച്ച് സാൻഡ്വിച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇത് അടിപൊളി. അതിൻ്റെ ആ ഒരു ബോട്ടിലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. കോഫിയാണത്, കോൾഡ് കോഫി, കാപ്പച്ചിനോ അങ്ങനെ എക്സ്പ്രസ്സോ, അതൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായാലും